അതിനത് അമ്പാടിയല്ലല്ലോ. അമ്പാടിയാക്കാലോ. പശു വളർത്തലും പാല് കാച്ചലും തൈര് കടയലും വെണ്ണ എടുക്കലും ഒക്കെ ആയി ഈ വീടൊരു സാക്ഷാൽ അമ്പാടിയാക്കാം. വിനുവേട്ടനൊന്നും മനസ്സിലായില്ല, കാര്യം പറയാമേ. വീട്ടിലൊരു ഉണ്ണിക്കണ്ണന്റെ പടം വെച്ച് തിരികൊളുത്തിയാൽ പെട്ടെന്നൊരു സന്തതി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. മീനാക്ഷിക്ക് എത്രയും പെട്ടെന്നൊരു ഉണ്ണി പിറക്കണം, ഞങ്ങളുടെ വിനുവിന്റെ കുഞ്ഞ്. മനസ്സിലായില്ലേ? നിനക്ക് ഉണ്ണിക്കണ്ണനെ പോലൊരു മകൻ ഉണ്ടായി കാണണമെന്ന ചന്ദ്രുവിന്റെ ആഗ്രഹം. ഉണ്ണിക്കണ്ണൻ. ആ മീനാക്ഷി, ഇനി നിന്നിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിന്റെ കുഞ്ഞാണ് ഞങ്ങളുടെ സ്വത്ത്. കുഞ്ഞിനെ വളർത്താനും മുത്തശ്ശി കഥകൾ പറഞ്ഞു കൊടുക്കാനും ഇനി മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ ഇവിടെയുണ്ട്. പ്രകാശം മനോജൻ ജനിച്ചപ്പോഴും കുറെ പ്രതീക്ഷകൾ ഞങ്ങൾ ഊട്ടി വളർത്തിയതാ. വയസ്സുകാലത്ത് വിശപ്പടക്കാൻ ഒരു പിടി അന്നം, ചുരുണ്ടുകൂടാൻ ഒരിടം, രണ്ടും കിട്ടിയില്ല മോളെ. മൂത്ത മോന് സ്വന്തം വീടുണ്ടായിട്ടും മാധവനും ചന്ദ്രുവിനും ഒരു പ്രയോജനം ഉണ്ടായില്ല. സങ്കടപ്പെടാതെ മാധവേട്ട, ആ സൗഭാഗ്യങ്ങൾ നമുക്ക് തരാൻ വിനുമോനുണ്ടല്ലോ. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇപ്പോഴേ വാക്കുകൾ ശ്രദ്ധിക്കണം. മാനിക്കേണ്ടവർ മാനിക്കണം. ഓരോന്ന് പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല. വന്ദനെ, അമ്മയ്ക്ക് കിടക്കാൻ വേണ്ട സൗകര്യങ്ങളും ചെയ്യും. അല്ല, അച്ഛമ്പടെ മുറി തന്നെ ആയിക്കോട്ടെ. കുത്തുവാക്കുകൾ പറയുന്നവരോട് കുറുക്കി കൊള്ളുന്ന കുത്തുവാക്കുകൾ പറയുകയും അല്ലാത്തവരോട് വളരെ മാന്യമായിട്ട് തന്നെ പെരുമാറുകയും ചെയ്തിട്ടുള്ള അച്ഛമ്മയുടെ മുറി തന്നെ ആയിക്കോട്ടെ. അവിടെ കിടന്ന കുത്തുവാക്കെന്ന കൊതുകടിയില്ലാതെ അമ്മയ്ക്ക് സുഖമായിട്ട് കിടന്നുണങ്ങാം. നന്ദിയുണ്ട് മോനെ, നന്ദിയുണ്ട് മോളെ. അമ്മ, എന്റെ വീട്ടിൽ വന്ന അമ്മയ്ക്ക് അർദ്ധരാത്രി തന്നെ പടിയിറങ്ങേണ്ടി വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. മാപ്പ് തരണം. നിന്റെ റെഡി, നീ വർഷങ്ങളോളം ജീവിച്ച നിന്റെ വീട്ടിലല്ലേ ഞാൻ വന്ന് കയറിയിരിക്കുന്നേ? ഇതാ നിന്റെ വീട്. ഇവിടുന്ന് പടിയിറങ്ങേണ്ട അവസ്ഥയൊന്നും ഇല്ലല്ലോ. അതാണ് അമ്മയുടെ സന്തോഷം. മോള് സമാധാനമായിട്ട് പൊയ്ക്കോ. ജഗ, വന്ദനെ, ഓട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചേച്ചി പോയിക്കോ. ശരി മോളെ. അല്ല അമ്മേ, ഉണ്ണിക്കണ്ണൻ എന്താ ഇഷ്ടപ്പെട്ട ആഹാരങ്ങള്? എന്തിനാ അറിയുന്നത്? എന്നും കണ്ണന്റെ പടത്തിന് മുന്നേ വെച്ച് നിവേദിക്കാനാ. അപ്പോ ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി മീനാക്ഷിയും കണ്ണന് മുന്നിൽ നിവേദ്യം വെച്ച് ആരാധനയും തുടങ്ങാൻ പോകുന്നു. ഉണ്ണിയപ്പം, പഴങ്ങൾ, പാല്, തൈര് ഇവയൊക്കെ നേദിക്കാം. ഒരൽപ്പം വെണ്ണ കൂടി ഉരുട്ടി വെച്ച് കണ്ണന് കുശാലായി. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുമ്പോഴും കുട്ടിക്ക് ഇതൊക്കെ തന്നെയാ കൊടുക്കേണ്ടത്. പക്ഷേ ഒരിക്കലും വെണ്ണ ഉറിയിൽ വെക്കരുത്. അതെന്താ? ഉണ്ണിക്കണ്ണനെ വെണ്ണക്കള്ളനാ. അമ്മ വെണ്ണയുണ്ടാക്കി മൺകലത്തിലാക്കി ഉയരത്തിലുള്ള ഉറിയിൽ വെച്ചിട്ട് പോവും. എത്താത്ത ഉറിയിൽ വെണ്ണ വെക്കുന്നത് കണ്ണം മോഷ്ടിക്കാതിരിക്കാനാ. അമ്മ പുറത്തുപോയ തക്കം നോക്കി കണ്ണൻ പതുങ്ങി പതുങ്ങി വരും. എന്നിട്ട് ഉറിക്ക് താഴെ ഒരു ഉരൽ ഉരുട്ടി വെക്കും.
ഉരലിൽ അള്ളിപ്പിടിച്ച് കയറി ഉണ്ണിക്കണ്ണൻ ഉറിയിലെത്തിപ്പിടിക്കും. അപ്പോഴേ കണ്ണന്റെ കാല് തട്ടി ഉരല് മറിയും. കണ്ണൻ പേടിച്ച് ഉറിയിൽ തൂങ്ങിയാടുകയും ചെയ്യും. ഈ ചടങ്ങിനെ ഓർമ്മിപ്പിക്കാനാ ഇന്നുള്ളവർ ഉറിയടി നടത്തുന്നത്. അല്ല, അമ്മ രാവിലെ തന്നെ പോവാൻ ഇറങ്ങിയോ? ഞാൻ ഇന്നലെ വായിൽ തോന്നിയതൊക്കെ പറഞ്ഞതുകൊണ്ടാണോ അമ്മ എന്നോട് യാത്ര പോലും പറയാതെ പോവാൻ ഇറങ്ങിയത്? ഒന്നും കാര്യമാക്കല്ലേ അമ്മേ, വിട്ടുകളാ. അമ്മ എത്ര കാലം വേണേലും ഇവിടെ കഴിഞ്ഞോ? ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ജഗന്റെ ചെലവിൽ പൊന്നുപോലെ നോക്കിയാലും ജഗൻ കുത്തുവാക്കൊന്നും പറയില്ലല്ലോ. നീ അവനെ കുറിച്ച് വേണ്ടാത്തൊന്നും പറഞ്ഞില്ലല്ലോ വസന്തേ. ഒരിക്കലും തിരിഞ്ഞു നോക്കാത്ത മരുമോൻ വന്നിട്ട് പൊന്നെ പോറ്റി കൺകണ്ട ദൈവമേ വീടിന്റെ നെടുന്തൂണേന്നൊക്കെ പുകഴ്ത്തിയപ്പോ ഞാൻ അങ്ങ് മതി മറന്നുപോയി. നെറ്റിപ്പട്ടം കെട്ടിയ പിടിയാനെ പോലെ ഒരു തലയെടുപ്പ് എനിക്കുണ്ടായിപ്പോയി എന്നുള്ളത് നേരാ. ഇനി പിടിയാന പോയിട്ട് ഒരു കുഴിയാനാകാൻ പോലും ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. ആ വന്ദനെ, എനിക്ക് വിക്രമിനെ ഒന്ന് കാണണം. അല്ല, അമ്മയും പോകാൻ ഇറങ്ങിക്കഴിഞ്ഞോ? അമ്മ എന്തിനാ പോകുന്നത്? അമ്മ ഇവിടെ നിന്നാ മതി, വന്ദനയ്ക്കൊരു കൂട്ടാവുമല്ലോ. പോണം മോനെ, ഇനി ഒരിക്കൽ വരാം. ആ ഞാനും പുറത്തേക്കാ. അമ്മയ്ക്ക് പോകേണ്ടടുത്ത് ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ശരി മോനെ.